ഹലോ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പരിയാപുരം പള്ളി ഒന്ന് കാണാൻ പോയി. ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളി അലങ്കരിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഇറാ പാർക്ക് ഉണ്ടല്ലോ, പുത്തനങ്ങാടി, അവിടെയാണ് പോയത്. അവിടെ പോയി ബേഡ്സിൻ്റെ സെക്ഷനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ബേഡ്സൊക്കെ നമ്മളെ കയ്യിൽ വന്നിരുന്ന് ഒരു ഫീഡ് എടുക്കാനൊക്കെ കുറച്ച് ഫീഡ് നമ്മളെ കയ്യിൽ തരും. അതുകൊണ്ട് തന്നെ കണ്ടില്ലേ, മക്കളൊക്കെ ശരിക്കും കയ്യിൽ വന്നിങ്ങനെ ഇരിക്കും. ശരിക്കും എൻജോയ് ചെയ്യാം. അവരെവിടെയൊക്കെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. കുട്ടികളൊക്കെ പേടിക്കലൊക്കെ തുടങ്ങി. ഫുള്ള് വഴിയിലൊക്കെ നോക്കി നടക്കണം. നോക്കി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ നിലത്തൊക്കെ ഉണ്ട്. നല്ല രസമാണ് അവരെ ബേഡ്സിൻ്റെ സെക്ഷൻ. അടിപൊളിയാണ് കാണാൻ. മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ വഴികളും എല്ലാ കാര്യങ്ങളും. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ വെറൈറ്റി കോഴികളുണ്ടായിരുന്നു. ഫാൻസി കോഴികൾ, കാട്ടുകോഴി പോലെ തോന്നുന്നതും നല്ല നീളമുള്ള മയിൽ പോലെ വാലുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ചീനുട്ടിയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ കോഴിയുടെ കൂടെ ഇരിക്കുന്നത്? അവൾക്കൊക്കെ പിന്നെയാണ് ശിവഗംഗയ്ക്ക് പാമ്പിനെ തൊടാൻ പേടിയുള്ള, പാമ്പിനെ കാണുമ്പോഴേ ഓടുന്ന ആളാണ്. ആദ്യം പേടിയൊക്കെ മാറ്റി കൊടുത്തു. അതിൻ്റെ ആൾ കയ്യിലൊക്കെ കൊടുത്തു. പിന്നെ പതുക്കെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങളൊക്കെ കൂടി നിർബന്ധിച്ച് അവളെ തോളിലിട്ട് പേടി മാറ്റി. ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ചിരിയൊന്നും വരുന്നില്ല. എന്തോ ഒരു ഭാവം മുഖത്ത് വരുത്തിയിട്ടാണ്. അല്ല, ശബരിക്കുട്ടൻ പെങ്ങളെ മോനാണ്. ശബരിക്കുട്ടൻ കണ്ട് നിൽക്കുന്നത് കണ്ടില്ല. അവരെ കണ്ണൊക്കെ പാടെ പുറത്തേക്ക് വന്നു. എന്നാൽ ചിഞ്ചുട്ടിക്ക് യാതൊരു പേടിയില്ല. ഞാനും കൂട്ടത്തിലൊന്ന് ഒപ്പിച്ചു. എൻ്റെ ചീനുട്ടിയും കണ്ട് തൊട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വേണ്ട. പിന്നെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ് നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പെഡൽ ബോട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും മടുത്തു. നല്ല രസമൊക്കെ തന്നെയാണ്. ബാക്കി ബോട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ അങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ പോയി വരാനൊക്കെ രസമാണ്. പക്ഷേ പെഡൽ ബോട്ട് ചവിട്ടി നീങ്ങണമെങ്കിൽ ലേശം പാടാം. എന്നാലും കുഴപ്പമില്ല, നല്ലോണം എൻജോയ് ചെയ്തു. ശരിക്കും കാലൊക്കെ കുഴയിൽ തുടങ്ങി. ലാസ്റ്റ് 10 മിനിറ്റാണ് ടൈം. 10 മിനിറ്റ് ആയപ്പോഴേക്ക് തന്നെ ശരിക്കും മതിയായി എന്ന് പറയാമല്ലോ. അവസാനം ഞങ്ങൾ തന്നെ സൈഡാക്കി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ കാണുക. ഞാൻ ഈ വക ആക്ടിവിറ്റീസിനൊന്നും അധികം കയറാറില്ല.